ദേവ്യൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം രണ്ടാം സ്കന്ധം 5-ാം അധ്യായം. ഈ അധ്യായത്തിൽ ഭീഷ്മപ്രതിജ്ഞ പറയണം. ഓം. ഋഷികൾ സൂതാശാപം കാരണമായി വസുക്കളുടെ ജന്മവും ഗംഗോൽപത്തിയും കോരിത്തരിപ്പിപ്പവ ചൊന്നു നീ. വ്യാസൻ തന്നമ്മയാം സത്യവതി ധർമ്മജ്ഞയാം സതി സുഗന്ധവതിയ ഭൂപപത്നിയായി തീർന്നതെങ്ങനെ, വേട്ടതെങ്ങനെ ആ ദാശപുത്രിയെ ധർമ്മവാൻ നൃപൻ വിസ്തരിച്ചുര ചെയ്തിങ്ങു സംശയം തീർക്ക സൂവ്രത സൂതൻ. നായാട്ടിലെന്നും കുതുകം പൂണ്ട ശന്തനുമന്നവൻ മാൻ കാട്ടുപോത്ത് ഇവകളെ കൊന്നുപോക്കി ദിനങ്ങളെ. 4 ആണ്ടുമാത്രം തൻ പുത്രനൊത്ത് രാജർഷി ശന്തനു സ്കന്ദനോടൊത്ത ഹരനെ പോലെ വാണു സുഖത്തോടും വേട്ടയ്ക്കു പോയി അന്നൊരിക്കൽ പല കാട്ടുമൃഗത്തെയും കൊന്ന നൃപാലൻ ചെന്നെത്തി കാളിന്തി തൻ തടം. വിശുദ്ധം ഗന്ധമൊന്നെങ്ങു നിന്നോ മൂക്കിലടിക്കയാൽ ഉത്ഭവസ്ഥാനം അന്വേഷിച്ചലഞ്ഞാൻ കാട്ടിൽ മന്നവൻ. ശന്തനു കാട്ടിൽ ചെന്ന് നായാട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രംഗാണ്. മന്ദാരമോ ചമ്പകമോ പിച്ചിയോ കൈത മുല്ലയോ കസ്തൂരിയോ മണക്കുന്നതല്ലേ ഇത് എത്ര മനോഹരം, ഇതാ വീശുന്നു മുമ്പൊന്നുമില്ലാതുള്ളൊരു സൗരഭം, എങ്ങു നിന്നി പരിമളം പൊങ്ങും കാറ്റ് ഉദ്ഭവിപ്പതും. ഈ കസ്തൂരിഗന്ധം കേട്ടപ്പോൾ അത് മറ്റേ സത്യവതിയുടെ കസ്തൂരിഗന്ധമാണ്, അത് കേൾക്കുകയാണ്. ഏവം ഓരോന്നോർത്തുകൊണ്ട ഗന്ധലോഭ വിമോഹിതൻ ചുറ്റിത്തിരിഞ്ഞാൻ ആ കാറ്റിൻ ചോടു പിടിച്ചവൻ. കണ്ടാൻ ആറ്റിൻ കരക്കേറ്റം മുഷിഞ്ഞ വസനത്തോടും ശൃംഗാരത്തേൻ കുഴമ്പായോരഴകിൻ പൊൽപതാകയെ. ഇപ്പോൾ സൗന്ദര്യം ഉണ്ട്, അത് പുറമേക്ക് കാണില്ല. അങ്ങനെ ചീത്ത വസ്ത്രം ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. കനല് വെണ്ണീർ വന്ന് മൂടിയ പോലെ. നീലക്കടക്കണ്ണിയലും അവളെ കണ്ടു മന്നവൻ സവിസ്മയം ഉറപ്പിച്ചാൻ. ഗന്ധം തദ്ദേഹജാതമായി മഹാത്ഭുതം മോഹനമായ രൂപമാർക്കും പരം സമ്മതമാം സുഗന്ധം. മുട്ടിട്ടു നിൽക്കുന്ന ചെറുപ്പമെല്ലാം ഈക്ഷിച്ചവൻ വിസ്മിതനായി നിതാന്തം. ഇപ്പം ഇവിടെ ഈ ഭദ്രകാളിയാണ്, അതുകൊണ്ടാണ് ഇവിടെ രീതിക്ക് വ്യത്യാസം വരുത്തിയിട്ട് വലിയ ശ്ലോകങ്ങളാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. ആരെങ്ങു നിന്നിങ്ങിവൾ വന്നു നിർജ്ജര സ്ത്രീ തന്നെയോ മാനുഷിയോ നിനച്ചാൽ, ഗന്ധം പൊഴിക്കുന്നിവൾ നാഗകന്യയോ ഗന്ധർവയോ ഞാൻ അറിയേണ്ടതെങ്ങനെ. ഏവം മനസ്സാൽ പലതും നിനച്ചും അങ്ങുറപ്പു കിട്ടാഞ്ഞതുകൊണ്ടു ഗംഗയെ സ്മരിച്ചു തീരസ്ഥിതയായ കാന്തയോടുരച്ചു കാമാർത്തി മുഴുത്ത മന്നവൻ. നീയാരുവാനാരുടെ പുത്രി എന്തിങ്ങൊറ്റയ്ക്കിരിക്കാൻ വിജനസ്ഥലത്തിൽ, വരോരു കാന്തേ പരിണീതയോ നീ ചൊന്നാലുമായില്ല വിവാഹമെന്നോ. സ്മരാർത്ഥനീ ഞാൻ കുടിലാക്ഷി നിന്റെ മനോജ്ഞമാം പൂവുടൽ കാൺകയാലേ, നീ ആരുവാൻ എന്തിഹ വേണ്ടതും തേ ചൊന്നാലുമെന്നോടു സവിസ്തരം നീ. സത്യവതി ഇങ്ങനെയൊക്കെ ശന്തനുരാജാവ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സത്യവതി പറയാണ്. സത്യവതി ഉവാച എന്നോതവേ പുഞ്ചിരി തൂകി മന്ദമുരച്ചു ഭൂപാലനോടംബുജാക്ഷി, ഞാൻ കന്യാദാശാത്മജ അച്ഛനോതും പടി പ്രവർത്തിപ്പവൾ ഓർക്കരാജൻ. ഈ ആറ്റിൽ ഞാനൻ കുലധർമ്മമോർത്തിങ്ങോടം കടത്തുന്നു സദാ നൃപാല. ഇപ്പോഴുതൻ എന്നാണ് വാക്ക് ഉള്ളത്. അവിടെ ഇപ്പോൾ തന്നെ ഇത് അച്ഛൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. ഓടം കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണി കടത്തുക, അതാണ്. ഈ ആറ്റിൽ ഞാൻ എൻ കുലധർമ്മമോർത്തിങ്ങോടം കടത്തുന്നു സദാ നൃപാല. കുടിക്കു പോയി പുഴുതൻ പിതാവ് സത്യം പറഞ്ഞേൻ തവ മുമ്പിലെല്ലാം. എന്നോതി മാൻ കണ്ണി നിറുത്തി കാമാതുരത്വമാർന്നോതി നൃപൻ തദാനീം. വരിക്ക നീ കൗരവമുഖ്യൻ എന്നെ വൃഥാവിലാക്കായിക ഈ യൗവനം തേ. എനിക്കു മറ്റില്ലൊരു പത്നി ധർമ്മധാരങ്ങളായി തന്നെ ഭവിക്ക കാന്തേ. നിന്ദാസനി ഞാൻ വശകൻ നിനക്കെന്നെന്നും ചൂടുന്നു സുമബാണൻ എന്നെ. വെടിഞ്ഞു പോയാൾ പ്രിയ എന്നെ വേറെ വേട്ടില്ല ഞാൻ ഇന്നു വിഭാര്യനത്രേ. സർവാംഗ സൗഭാഗ്യമെഴുന്ന നിന്നെ കണ്ടൻ ഹൃദന്തം വിവശം മൃഗാക്ഷി. പീയൂഷതുല്യം രസമോലുമഭൂപാലന്റെ വാക്യം മധുരം ശ്രവിക്കെ. സുഗന്ധിയാം ദാശകുമാരി ചൊന്നാൾ സുധീരയായി സാത്വിക ഭാവമോടും. എന്തോ ഭവാൻ തന്നഭിലാഷമായതെനിക്കുമങ്ങുണ്ടുര ചെയ്തവണ്ണം. സ്വതന്ത്രയല്ലോർക്കുക ഞാൻ പിതാവോടർത്ഥിക്ക ദാതാവ് അവനാണു പാർത്താൽ. ഇപ്പം സത്യവതി സൂത്രം പറയാണ്, എനിക്ക് അങ്ങേ ഇഷ്ടമാണ്.
അങ്ങേക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങയെയും ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഇടയ്ക്ക് അച്ഛനുണ്ട്. അപ്പം അച്ഛൻ പറയണത് കേട്ടിട്ട് ഞാൻ അങ്ങയുടെ കൈ പിടിക്കാം, അല്ലെങ്കിൽ അങ്ങേൻ്റെ കൈ പിടിച്ചോളൂ. അച്ഛൻ്റെ ചൊൽ കേട്ടു നടപ്പു ദാശകുമാരി ഞാൻ സ്വൈരിണിയല്ല, പക്ഷേ പ്രശസ്തൻ അച്ഛൻ തരുമെങ്കിലൻ കൈ ഗ്രഹിക്കുക അങ്ങേക്കു വിധേയ ഈ ഞാൻ. സ്മരൻ നവം യൗവനമാണ്ടൊരെന്നെ കണക്കു നോവിച്ചിടുമോ ഭവാനെ, പക്ഷേ കുലാചാര പരമ്പരയ്ക്കു ചേരും വിധത്തിൽ ക്ഷമ വേണ്ടതല്ലീ. സൂതൻ അവൾ തൻ വാക്കു കേട്ടാശു കാമ പീഡിതനാ നൃപൻ, അവളെ ചെന്നു യാചിക്കാനണഞ്ഞാൻ ദാശപത്തനം. മന്നവൻ ചൊന്നതായി കണ്ടു മുക്കുവൻ വിസ്മയത്തുടം, നമസ്കരിച്ചു തൊഴുകൈയുയർത്തി ചൊന്നിതിങ്ങനെ ദാസൻ. ദാസൻ ഞാൻ ഭൂപതേ നിന്റെ വരവാൽ ഞാൻ കൃതാർത്ഥനായി, കൽപ്പിച്ചാലും ഭവാൻ എന്തിനായിട്ടിങ്ങോട്ടു പോന്നതും. രാജാവ് നിന്റെ ഈ കൊച്ചുമകളെ പുണ്യാത്മൻ നൽകുമെങ്കിൽ നീ വാഴിപ്പൻ അവളെ ധർമ്മപത്നിയായി സത്യമോദിടാം. ദാസൻ എൻ കന്യാരത്നമങ്ങൊന്നു വന്നിങ്ങർത്ഥിക്കയാൽ നൃപ, തന്നേ തീരൂതരാതാക ഭൂപ നൽകുന്നതുണ്ടു ഞാൻ. നിൻ കാലശേഷം ഇവൾ തൻ പുത്രനെ ഭൂമിപാലനായി വാഴിക്കണം, മറ്റു പുത്രൻ അങ്ങേക്കില്ലാതിരിക്കണം. അപ്പം അത് പറയാനുള്ള അർഹത ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. ദാശരാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുക്കുവൻ. അദ്ദേഹത്തിന് ഈ രാജാവിനെ ഇപ്രകാരത്തിൽ വശീകരിക്കാൻ എന്താ ഒരു പിൻബലം ഉള്ളത്? തൻ്റെ മകളെ ആവശ്യപ്പെട്ടു, മകളെ രാജാവിന് കൊടുക്കുക, അത്രയേ വേണ്ടൂ. അങ്ങനെയാണ് സ്വതേ അതിൻ്റെ ഒരു നിയമം വരിക. പക്ഷേ ദാശരാജാവ് അങ്ങനെയല്ല. സത്യവതിയുടെ അച്ഛൻ വളർത്തച്ഛനാണ്. അപ്പോൾ സത്യവതിയിൽ പല യോഗ്യതകളുമുണ്ട്. അതൊക്കെ കണക്കാക്കിക്കൊണ്ട് തോന്നിപ്പിച്ചതാണ് എന്നർത്ഥം, അല്ലാണ്ട് സ്വയമേവ ചെയ്യല്ല. അത് സത്യവതിയല്ലായിരുന്നു, തൻ്റെ സ്വന്തം പുത്രിയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നത് തോന്നുന്നില്ല. പക്ഷേ പിന്നെ പറഞ്ഞത് എന്തൊക്കെയാണ്, കുറച്ചധികം ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡുകളാണ് വായിക്കുന്നത്. പുത്രനെ രാജാവാക്കണം, അങ്ങേക്ക് വേറെ പുത്രന്മാരുണ്ടാവരുത്, അങ്ങ് വേറെ കല്യാണം കഴിക്കരുത്, അഥവാ വല്ലവരും ഉണ്ടെച്ചാൽ അത് ഇവർക്ക് ബാധകാവരുത്, നിങ്ങൾക്ക് തമ്മിലുള്ള നിങ്ങളുടെ ഈ രാജപരമ്പരയ്ക്ക് ഇവളിലൂടെ വേണം വരാനായിട്ട് എന്നുള്ളത് ശാഠ്യം പിടിക്കുകയാണ്. സൂതൻ മുക്കുവൻ തൻ വാക്കു കേട്ട് ചിന്താവ്യാകുലനായി നൃപൻ മിണ്ടാതെയായി പോയി ഗാംഗേയൻ തന്നെയുള്ളിൽ നനയ്ക്കവേ. കൊട്ടാരത്തിൽ തിരിച്ചെത്തി താരമ്പൻ പീഡയാൽ നൃപൻ കുളിക്കാതൂണുറക്കങ്ങളില്ലാതാപ്പെട്ടു ചിന്തയിൽ. ഇതൊക്കെ നാടകമായിട്ട് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നാടകീയത നല്ലോണം കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ദുഃഖങ്ങൾ, വാചാലമായിട്ടുള്ള പിന്നെ ഭാവങ്ങളെ കൊണ്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അച്ഛൻ്റെ ഈ ദുസ്ഥിതി കണ്ടാശു ദേവവ്രതൻ സുതൻ ചെന്നു ചോദിച്ചു ഭൂപാല ശ്രേഷ്ഠനോട് അധികാരണം. ചിന്തയെന്ത് നൃപവ്യാഘ്ര സത്യമോതുക ഭൂപതേ, ദുർജയൻ ശത്രുവാരങ്ങേക്കവനെ കീഴടക്കുവൻ. അച്ഛൻ്റെ ദുഃഖത്തെ അറിഞ്ഞു തീർക്കാത്തൊരസുതൻ വാഴ്വതിൽ എന്തു നേട്ടം, മുജ്ജന്മമീടാണ്ട കടം പിരിപ്പിക്കാനിങ്ങോ വന്നോനവരെന്തുകൊണ്ടും. ഇപ്പോൾ അച്ഛൻ മകൻ തമ്മിൽ അനവധി ബന്ധങ്ങളുണ്ട്. വെറുതെ അച്ഛൻ മകൻ മാത്രമല്ല, പല കടങ്ങളും വീട്ടാനായിട്ട് അച്ഛനും അതേപോലെ മകനും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ദുഃഖം എന്താ വെച്ചാൽ അത് അറിഞ്ഞ് ചെയ്യണം എന്നാണ്. യഥാർത്ഥത്തിലുള്ള പുത്രൻ അങ്ങനെയാണ്, പറഞ്ഞിട്ടെങ്കിലും ചെയ്യണം. പറഞ്ഞിട്ടും ചെയ്യാഞ്ഞാൽ പിന്നെ അത് മലം പോലെ എന്നാണ്. നമ്മൾ മറ്റേ മലമൂത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് അതിനെ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല എന്ന കൂട്ടത്തിൽ അങ്ങനെ ആ മകനെ ഉപേക്ഷിക്കണം എന്നാണ്. അതൊന്നും കരികാലത്തൊന്നും പറ്റില്ല കേട്ടോ, എന്നാലും പറയാണ്. വെടിഞ്ഞു രാജ്യം രഘുനന്ദനൻ തൻ താതാജ്ഞയാൽ പങ്ക്തിരഥൻ്റെ പുത്രൻ അജാനകി ലക്ഷ്മണരൊത്ത് ചിത്രകൂടാദ്രിയിൽ കാട്ടിൽ വസിച്ചതില്ലേ. രാമായണത്തെ ഓർമ്മിക്കുകയാണ്. അച്ഛൻ്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് രാമൻ കാട്ടിലേക്ക് പോയി, സീതയും ലക്ഷ്മണനും കൂടിയിട്ട്. എന്നിട്ട് 14 കൊല്ലം കാട്ടിൽ വസിച്ചു. അതേപോലെ ഞാനും അങ്ങയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പണ്ടാ ഹരിശ്ചന്ദ്ര നൃപന്റെ പുത്രൻ പ്രസിദ്ധനാം രോഹിതൻ അച്ഛനാൽ താൻ സംക്രീതനായി വിപ്രഗൃഹത്തിൽ ദാസ്യ പ്രവൃത്തി താൻ ചെയ്തു വസിച്ചതില്ലേ. അതേപോലെ രോഹിതൻ, ശുനശേപൻ രണ്ടുപേരും ഈ ഹരിശ്ചന്ദ്രൻ്റെ കഥയിൽ വരുന്ന 2 പുത്രന്മാരാണ്. ആദ്യത്തെ പുത്രൻ വെച്ചാൽ ഹരിശ്ചന്ദ്രൻ്റെ പുത്രൻ കാട് കയറി. ഹരിശ്ചന്ദ്രൻ വാങ്ങിയ പുത്രൻ അത് ശുനശേപൻ. അപ്പോൾ അത് യൂപത്തിൽ കെട്ടി യാഗ സമയത്ത് വധിക്കാനായിട്ട്. അപ്പോൾ അതിനും തയ്യാറായി. അപ്പം അങ്ങനെ പുത്രന്മാർ പല തരത്തിൽപ്പെട്ടവരുണ്ട്. വിശ്വാമിത്രൻ്റെ ആദ്യത്തെ 50 പേര് മധുച്ഛന്ദസ്, അവർ അച്ഛൻ പറഞ്ഞ് കൂട്ടാക്കിയില്ല. അപ്പോൾ അവരെ ശപിച്ചു, മ്ലേച്ഛന്മാരായിട്ട് പോട്ടെയെന്ന്. ഈ ശുനശേപനെ മൂത്ത പുത്രനായിട്ട് കണക്കാക്കുകയും ചെയ്തു. ബാക്കിയുള്ള മധുച്ഛന്ദസ്സുകളുണ്ട്, അവരെ ഈ ഉണ്ണിയുടെ താഴെ, തൻ്റെ പുത്രനല്ല, താൻ രക്ഷിച്ച പുത്രനാണ്. ആ ശുനശേപൻ്റെ താഴെയായിട്ട് മറ്റേ വിശ്വാമിത്രൻ കണക്കാക്കി. അങ്ങനെ 100 പുത്രമുള്ള വിശ്വാമിത്രൻ 51 പുത്രനായിട്ട് മാറി. അങ്ങനെയാണ്.
പുത്രൻ ശുനസേവനമും വജീകർത്താഖ്യൻ ദ്വിജൻ വിറ്റതു കാരണത്താൽ യാഗപശുക്കുറ്റിയിൽ നിന്നുമല്ലി രക്ഷിച്ചത് ഗാധിജൻ അമ്മഹാനെ. അച്ഛൻ പറഞ്ഞല്ലേ മുറിച്ചു ജാമദഗ്നൻ പുരാ തന്നെ മാതൃകണ്ഠം. അകാര്യമെന്നാലും അത് ആചരിച്ചു ചിത്പിത്രാജ്ഞതൻ ഗൗരവമോർത്തു മാത്രം. അപ്പോൾ ജമദഗ്നിയുടെ ഭാര്യ രേണുക കുളിക്കാൻ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചിത്രരഥം കുളിക്കുന്നുണ്ട്. ഒന്നിങ്ങനെ നോക്കിയോ സംശയം. സാധാരണ ഇവിടെ കൊണ്ടുപോകുമ്പോൾ കുടം കൊണ്ടുപോകാറില്ല. മണലോണ്ടൊരു കുടം ഉണ്ടാക്കും, ആ കുടത്തിൽ വെള്ളം കൊണ്ടുവരും, അങ്ങനെ പതിവ്. അന്ന് കുടം ഉണ്ടാക്കിയപ്പോൾ കുട ആയില്ല. കാരണം പാതി പുറത്തെ നഷ്ടപ്പെട്ടു. അപ്പോൾ വരാൻ വൈകി. പിന്നെ വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ വെള്ളം കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ള കഥ മനസ്സിലായി. ഏതായാലും മക്കളോട് പറഞ്ഞു. 5 മക്കളുണ്ട് ജമദഗ്നിക്ക്. അമ്മയെ കൊന്നോളൂ എന്ന് പറഞ്ഞു. അമ്മയെ കൊല്ലാൻ അവർ കൂട്ടാക്കിയില്ല, 4 ആൾ കൂട്ടാക്കിയില്ല. ഒടുക്കത്തെ ആളാണ് പരശുരാമൻ. അപ്പോൾ നീ എന്താ നിരീക്കണേ, അമ്മയെ കൊല്ലണം എന്ന് പറഞ്ഞു. അമ്മയെ ഏട്ടന്മാരെയും കൊല്ലണം എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, അച്ഛൻ്റെ വാക്കല്ലേ. ആ 4 പേരെയും ഏട്ടന്മാരെയും കൊന്നു, അമ്മയും കൊന്നു. ഇപ്പം എന്താ വരം വേണ്ട ചോദിച്ചു. ഇവർ 5 പേരും ഇപ്പോൾ ഉണർന്നിട്ട് എങ്ങനെയാണോ എഴുന്നേൽക്കുന്നത് അതുപോലെ എഴുന്നേൽക്കണം. ഈ കാര്യങ്ങളൊന്നും അറിയരുത്. അച്ഛൻ്റെ വിരോധം അറിയരുത്, ഞാൻ ചെയ്ത പ്രവൃത്തി അറിയരുത്, അവർ മരിച്ചു എന്ന് അവർക്ക് തോന്നലുണ്ടാവരുത്. ശരി. പക്ഷേ പരശുരാമൻ അമ്മയാണോ കൊന്നതേ? 1 കൊല്ലം തീർത്ഥയാത്ര നടത്തിയെന്നാണ്, ഭൂപ്രദക്ഷിണം നടത്തി. പിന്നീട് ഭൂപ്രദക്ഷിണം നടത്തിയിട്ടുണ്ട്, അത് 7 വട്ടം, അത് വേറെ വിഷയം. തപസ്സൊക്കെ ചെയ്തു അച്ഛൻ പറഞ്ഞിട്ട് കണ്ടായി. എന്നാലും അച്ഛൻ പറഞ്ഞത് കേൾക്കുക, അതാണ്. അപ്പം അതിൻ്റെ വരുംവരായികൾ അച്ഛൻ തീർത്തോളും, അതാണ്. ഈ ദേഹം അങ്ങേക്കു വിധേയമല്ലി ഞാൻ സന്നദ്ധൻ അങ്ങോതുക വേണ്ടതെന്തുവാൻ. ഞാനിങ്ങിരിക്കെ വ്യസനിച്ചിടായിക നീ സാധിക്കുവൻ ദുഷ്കരമേതു കാര്യവും. നിൻ ചിന്തയെന്തോതുക ഭൂപതേ ഞാൻ വില്ലേന്തി ഉണ്ടാക്കുമതിൻ നിവൃത്തി. കൃതാർത്ഥമാമെൻ തടിയെന്നു നിന്റെ ഹിതം നടത്താൻ കഴിയുന്നതാകിൽ കഷ്ടം പിതാവിൻ ഹിതമേതു പുത്രൻ നടത്തിടുന്നില്ലഥ ശക്തനെങ്കിലും. പിതാവു തൻ ദുഃഖമകറ്റിടാത്തോര പുത്രനുണ്ടായതുകൊണ്ടുമെന്തുവാൻ. സ്വതൻ തൻ മകൻ തൻ വചസേവം കേട്ടു ശന്തനുമന്നവൻ മനസ്സുകൊണ്ടു ലജ്ജിച്ചു ചൊന്നാൻ പുത്രനോടിങ്ങനെ. രാജാവ്: ശൂരൻ നീ ബലവാൻ മാനി പോരിൽ പിന്തിരിയാത്തവൻ, എന്നാലും മകനായ ഒന്നേയുള്ളൂ എന്നതു താൻ വ്യഥ. അവിടെ ഒരു നുണ പറഞ്ഞേ. ഞാനിങ്ങനെ ഒരു കുട്ടിയെ കണ്ടു, എനിക്ക് കല്യാണം കഴിക്കണം, അതിന് ആ കുട്ടിയുടെ അച്ഛൻ ഇങ്ങനൊരു ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ആ സ്ത്രീയിൽ ഉണ്ടാകുന്ന കുട്ടികളെ രാജ്യം ഭരിക്കാവൂ എന്നാണ് പറയേണ്ടത്. ഇവിടെ പറഞ്ഞത് എന്താ? എനിക്ക് നീ ശൂരനും വീരനുമായിട്ടുള്ള ഒരേ ഒരു പുത്രനാ, നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, ഇതാ പറഞ്ഞത്. സംഗതി സത്യമാണ്. ഇനി പക്ഷേ ഇതൊരു പാഖണ്ഡാണ്. അതായത് ആദ്യം പറഞ്ഞാൽ പറയേണ്ടത് എനിക്ക് അവളെ കല്യാണം കഴിക്കണം എന്നാണ് പറയേണ്ടത്. അതിന് തടസ്സമാണ് നീ, ഇതാണ് സത്യം. പക്ഷേ നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആ കല്യാണം ഉപേക്ഷിച്ചു. അത് പറഞ്ഞാൽ മതി. എനിക്ക് നീയാണ് മൂത്ത പുത്രൻ, അതുകൊണ്ട് ഞാൻ നിന്നെ പിരിയില്ല. എനിക്കിങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായി, കുട്ടിയെ കല്യാണം കഴിക്കണമെന്നുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പം അത് പറഞ്ഞില്ല, അതാണ് ഈ അർത്ഥസത്യം. അതൊക്കെ വലിയ വിനാശമാണ്. ഒരേ മകൻ മാത്രമുള്ളൊരൻ ജന്മം വ്യർത്ഥമെത്രയും, പോരിലെങ്ങാൻ നീ മരിച്ചാൽ ചെയ്വത് എന്തേ നിരാശ്രയൻ. അടുത്തത് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി കടുപ്പായി. അഥവാ നീ വല്ല യുദ്ധത്തിനും പോയിട്ട് നീ മരിച്ചു വയ്ക്കുക, പിന്നെ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വേറെ വേളി വേണമെന്ന്. ഇതാണെൻ വലുതാൻ ചിന്ത, അത് താൻ ദുഃഖഹേതുവും നിൻ മുമ്പിൽ ചൊന്നതല്ലാതില്ല മറ്റൊരു ചിന്തയും. ഇത്ര സമർത്ഥമായിട്ട് പുരാണം ഈ കാര്യം പറയുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി വേണ്ടത് ചെയ്യാണ്. എന്താണ്? സൂതൻ അത് കേട്ടാശു ഗാംഗേയൻ മന്ത്രി വൃദ്ധരോടോദിനാൻ. നാണിച്ചവശനായ അച്ഛൻ ഓതുന്നില്ലിങ്ങു കാരണം. നിങ്ങൾ ചോദിച്ചു ഭൂപന്റെ വാർത്ത നന്നായി അറിഞ്ഞുടൻ, സത്യമെന്നോടുരച്ചാലും ചെയ്വനേതും നിരാകുലം. ഇപ്പോൾ മുഴുവൻ അങ്ങോട്ട് ഗാംഗേയന് മനസ്സിലായില്ല. ഭീഷ്മർക്ക് എന്താ ഈ കാര്യം അച്ഛൻ പറഞ്ഞതെന്ന് മുഴുവനും മനസ്സിലായില്ല. അപ്പം അതുകൊണ്ട് മന്ത്രിമാരോട് ചോദിച്ചു, കാര്യം ഒന്ന് അറിഞ്ഞു വരൂ എന്ന് പറഞ്ഞു. കാര്യം അറിഞ്ഞു വരാനുള്ള ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതു കേട്ടവർ പോയി ഹേതുവാരാഞ്ഞോതുകയാലുടൻ കാര്യം ഗ്രഹിച്ചു ഗാംഗേയൻ ആലോചിച്ചാൻ നിവൃത്തികൾ. മന്ത്രിമാരൊത്തു ദാസന്റെ കുടിലിൽ ചെന്നു സാമ്പ്രതം സ്നേഹപൂർവ്വം സവിനയമുരച്ചാൻ ജാഹ്നവീ സുതൻ. ഇവിടെ ഈ അച്ഛനിൽ നിന്നും കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കി മന്ത്രിമാരും ആ രീതിയിൽ തന്നെ കുമാരനെ ഒന്നിങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഈ ഗാംഗേയൻ, ഗംഗാദത്തൻ
ദാശരാജാവിനോട് ചില കാര്യങ്ങൾ പറയാണ്. ഗാംഗേയൻ അച്ഛനു വേണ്ടി യാചിപ്പൂ വാരോലും തവ പുത്രിയെ, അവൾ എന്നമ്മയാവട്ടെ ദാസനാവാം അവൾക്കു ഞാൻ ദാസൻ. നൃപാത്മജ ഭവാൻ കൈക്കൊള്ളുക ഇവളെ ധർമ്മപത്നിയായി, ഇവൾ തൻ മകനാവില്ല രാജാവ് അങ്ങൊന്നിരിക്കവേ. ദാശരാജാവും എടുക്കനാ. അച്ഛനാണ് വന്നത് പെണ്ണ് ചോദിച്ചത്. അച്ഛന് പ്രായം കൂടുതലുണ്ട്. ഇയാളെ കണ്ടപ്പോൾ നല്ല മിടുക്കനാ, നല്ല പ്രായം പാകാണ്. അങ്ങ് വേലി വെച്ചോളൂ, എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പിന്നെ മറ്റു വിഷയങ്ങളൊന്നുമില്ല. കാങ്കേയൻ ഈ ദാശകന്യൻ അമ്മ രാജ്യം വാഴുകയില്ല ഞാൻ, ഇവൾ തൻ മകൻ എമ്മട്ടും രാജാവാകും അസംശയം. ആദ്യത്തെ പ്രതിജ്ഞ കഴിഞ്ഞു. ദാസൻ വിശ്വസിക്കുന്നു ഞാൻ, പക്ഷേ നിൻ മകൻ ശാന്തനായി വരും, അവൻ ബലാൽ കൈയടക്കും രാജ്യമെന്നതു നിശ്ചയം. അപ്പം നീയേ ശരിയാണ്, ഒന്നും ചെയ്യണ്ടാവില്ല. നിന്റെ മകനും ഒരു പക്ഷേ സമ്മതിക്കാം. മകൻ്റെ മകനോ? അപ്പം കൂടുതൽ ചിന്തിച്ചേ. ഗാംഗേയൻ ഇല്ല ഞാൻ ചെയ്യുകയില്ല എന്നും നൂനം ദാരപരിഗ്രഹം, സത്യമാണീ വാക്ക് ഞാൻ ഇന്നെടുത്തേൻ ഭീഷ്മമീ വ്രതം. അപ്പോൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കണില്ല. എന്നാലോ? എന്നാൽ കുഴപ്പമില്ല, ഞാൻ രാജാവാകില്ല, ഞാൻ കല്യാണം കഴിക്കില്ല. ഇത് രണ്ടും പ്രതിജ്ഞയായിട്ട് ചെയ്തു. അപ്പോൾ പിന്നെ പരമ്പര ഉണ്ടാവില്ല. ഈ സത്യവതിയിലുണ്ടാകുന്ന കുട്ടികൾക്ക് മാത്രമേ രാജാവകാശം കിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും ഭീഷ്മ പ്രതിജ്ഞയായിട്ട് എല്ലാവരാലും അറിയപ്പെട്ടു. അപ്പോഴേക്കും പുഷ്പവൃഷ്ടി ഒന്നും പറയണ്ട, വലിയ വലിയ കഥകളാണ് പിന്നെ ഉണ്ടായത്. സൂതൻ പ്രതിജ്ഞ ഇതു കേട്ടപ്പോൾ ദാസൻ ഭൂപനു നൽകിനാൻ, സൗഭാഗ്യ പൊന്തിടമ്പാം തൻ അരുമപുത്രിയെ ജവാൽ. ഈ വണ്ണം സത്യവതിയെ വേട്ടു ശന്തനുമന്നവൻ, വ്യാസൻ തൻ ശ്രേഷ്ഠമാം ജന്മമറിഞ്ഞില്ല നൃപോത്തമൻ. സത്യവതി വരണം എന്ന 5-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാം സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഇപ്പം ഇവിടെ സ്വതേ കൊട്ട, പാട്ട്, നൃത്തം ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്ലോകങ്ങൾ വിട്ടുപോയതോ അങ്ങനെ എന്തെങ്കിലും ആവും. അത് അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ദേവകൾ ഈ ഒരു കാര്യത്തെ ഉദ്ദേശിച്ചത്. കാരണം ഈ ഭൂമിയിൽ വരുന്ന ഈ ഭൂഭാരം ഉണ്ടല്ലോ, അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണമാണ് ഇതൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. 6-ാം അധ്യായം. സൂതൻ ഏവം ശന്തനു ഭൂപാലൻ വേട്ടാന ദാശകന്യയെ പുത്രന്മാർ 2 പേരുണ്ടായി മൃതരായി കാലശക്തിയാൽ. ജനിച്ചാൻ വ്യാസവീര്യത്താൽ അന്ധനായ ധൃതരാഷ്ട്രം. മുനിയെ കണ്ടു കൺചിമ്മി വധുവെന്നതു കാരണം. വ്യാസനെ കണ്ടു വിളറി അമ്പാലികയും അങ്ങനെ പാണ്ഡുവായി തീർന്നു. തൽപുത്രൻ വ്യാസകോപം നിമിത്തമായി സന്തോഷിച്ചാൻ കാമകലയറിയും ദാസിയിൽ പരം ഉണ്ടായി ധർമാംശമായി. സത്യവാനം വിതുരനും തഥാ ഇളയോനെങ്കിലും പാണ്ഡു തന്നെ വാഴിച്ചു മന്ത്രിമാർ. അന്ധത്വത്വാലേകിയില്ല ധൃതരാഷ്ട്രർക്കു നാടവർ. ഭീഷ്മസമ്മതിയാൽ നാടുവാണു പാണ്ഡു മഹാബലൻ. മേധാവിയാം വിതുരനെ മന്ത്രിയായി വെച്ചു മന്നവൻ. ഗാന്ധാരിയും സൗബലിയും ധൃതരാഷ്ട്രന്റെ ഭാര്യമാർ. 2-ാമത്തെ ധർമ്മപത്നി വൈശ്യജാതിയിലുള്ളവൾ. ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെ പരമ്പര ഇങ്ങനെ വന്ന് പറയുകയാണ്. ഇപ്പോൾ അതിൽ ധൃതരാഷ്ട്രന്റെ ജന്മവും പാണ്ഡുവിൻ്റെ ജന്മവും അത് കഴിഞ്ഞ് വിതുരൻ്റെ ജന്മമൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഭാര്യമാരെ മക്കൾ. ഗാന്ധാരി സൗബലി എന്ന് പറഞ്ഞ വൈശ്യ ആയിട്ടൊരു സ്ത്രീയും കൂടിയും ധൃതരാഷ്ട്രക്ക് ഭാര്യമാരുണ്ട്. അങ്ങനെ 2 ഭാര്യമാർ. ആദ്യത്തേൽ 100+1, 100 ആൺകുട്ടികളും ഒരു പെൺകുട്ടി ദുശ്ശള. 2-ാമത്തേൽ വൈശ്യപുത്രൻ യുയുത്സു എന്ന പേരായിട്ടൊരു മകനുണ്ട് ഈ ധൃതരാഷ്ട്രക്ക്. ഒക്കെ യുദ്ധത്തിൽ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ഗാന്ധാരിയും സൗബലിയും ധൃതരാഷ്ട്രന്റെ ഭാര്യമാർ. 2-ാമത്തെ ധർമ്മപത്നി വൈശ്യജാതിയിലുള്ളവർ. വേദജ്ഞരോതുന്നു പാണ്ഡുവിനും 2 ഭാര്യമാർ. ശൂരസേന ജയാം കുന്തി മദ്രേശാത്മജ മാദ്രിയും. കാന്തിയേറും പുത്രശതം പെറ്റാൾ ഗാന്ധാരി. വൈശ്യയോ പെറ്റാൾ യുയുത്സു എന്നുള്ള നല്ലതാമൊരു പുത്രനെ. പിതൃഗേഹം തന്നിൽ വാഴുകേ കുന്തിക്ക് ആദിത്യപുത്രരായി. സുഭഗൻ കർണനുണ്ടായി വിവാഹത്തിനു മുമ്പുതാൻ. ഇപ്പോൾ ദുർവാസാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കുന്തി ഭോജൻ്റെ അവിടെ താമസിക്കുന്ന സമയത്ത് 5 പുത്രന്മാരെ കിട്ടാൻ 5 മന്ത്രങ്ങളാണ് കൊടുത്തത്. അതിനുള്ള ഒരു ദേവന്മാരെ ആഹ്വാനം ചെയ്തോളൂ, ഇത് ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞിട്ട് ദുർവാസാവ് കൊടുത്തതാണ്. അപ്പം തന്നെ ഒരു കാമം വന്നു. ഈ ദുർവാസാവ് പോയ സമയത്തെ രാവിലെ സൂര്യനെ കണ്ടപ്പോൾ ഒന്നിങ്ങനെ ധ്യാനിച്ചു. അപ്പോൾ സൂര്യൻ വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും അപ്പോൾ ഒരു പുത്രനെ കൊടുത്തു. അതാണ് കർണൻ. അത് സഹസ്രകവചനാണ്. സഹസ്രകവചൻ്റെ ഈ 1000 കൊല്ലം തപസ്, 1000 കൊല്ലം യുദ്ധം, അങ്ങനെ ഓരോ കവചവും അറുത്തു കൃഷ്ണനും അർജുനനും കൂടിയിട്ട്. എന്ന് വെച്ചാൽ നരനാരായണന്മാർ. അതിൽ കൃഷ്ണൻ ഇവിടെ നാരായണൻ വന്നു. അതുപോലെ അർജുനനായിട്ട് നരനും വന്നു. അപ്പോൾ ഈ നരനാൽ ആണ് ഈ ഒടുക്കത്തെ വധം വേണ്ടത്. ആ വധിക്കാനുള്ള ഉണ്ണിയാണ് ഈ
കുന്തിയുടെ ഏട്ടനായിട്ട് പറഞ്ഞത്. ഈ കുന്തിയിൽ തന്നെ ജനിച്ചു എന്നർത്ഥം. ഏട്ടൻ്റെ സ്ഥാനത്ത് ജനിച്ചു. അത് വേറെ വല്ലവരും ജനിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പം അങ്ങനെയല്ല, അനിയൻ ഏട്ടനെ കൊല്ലുക, അങ്ങനെ ഒരു സന്ദർഭമാണ് ഇവിടെ ഉണ്ടായത്. അതൊക്കെ ഈ ഭഗവാന്റെ ലീലയാണ്. അതൊക്കെ ഭഗവതിയുടെ ലീലയാണ്. ശ്രീ മഹാദേവി നമ. ഋഷികൾ എന്തൊരാശ്ചര്യമാം കാര്യം ചൊൽവൂ നീ മുനി സത്തമാം. ആദ്യമായി പുത്രനുണ്ടായി പാണ്ഡു വേട്ടതു പിന്നെയും സൂര്യങ്കൽ നിന്ന കന്യകയ്ക്ക് പുത്രനുണ്ടായതെങ്ങനെ വിസ്തരിക്കുക പിന്നീട് പാണ്ഡു വേട്ടതുമെങ്ങനെ. സൂതൻ ബാല്യത്തിൽ ശൂരസേനന്റെ മകളാം കന്യ കുന്തിയെ യാചിച്ചു കൊണ്ടുപോയി. കുന്തി ഭോജ ഭൂപൻ ദ്വിജേന്ദ്രരെ. യാദവന്മാരാണ്. ശൂരസേന എന്നൊക്കെ യാദവനാണ്. ആ കുന്തി ഭോജനം യാദവൻ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹബന്ധമാണ്. അതുകൊണ്ട് കുന്തി ഭോജൻ ചോദിച്ചു, എനിക്ക് കുട്ടികളില്ല, അങ്ങേക്ക് കുട്ടികൾ ധാരാളം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു മകളെ തരുമോ ചോദിച്ചു. അപ്പം അങ്ങനെയാണ് ഈ ശൂരസേനൻ കുന്തി ഭോജന് കൊടുത്തത്. ബാല്യത്തിൽ ശൂരസേനന്റെ മകളാം കന്യ കുന്തിയെ യാചിച്ചു കൊണ്ടുപോയി. കുന്തി ഭോജ ഭൂപൻ ദ്വിജേന്ദ്രരെ. ആ ബാലയെ കുന്തി ഭോജൻ നന്ദി തൻ മകളെന്ന പോൽ അഗ്നിസേവയ്ക്കായി കൽപ്പിച്ചാനാനതാംഗിയെ. ചാതുർമാസത്തിനായി വന്ന ദുർവാസോ മുനിവര്യനെ ശുശ്രൂഷിച്ചാൾ കുന്തി. ഏവം നേടി പോൽ തൽപ്രസാദവും അവൾക്കേകി ശുഭം മന്ത്രം ഇത് ചൊല്ലി വിളിക്കുകിൽ ഉദ്ദിഷ്ടദേവനണയും തരും വാഞ്ചിതമൊക്കെയും. ഇപ്പം 5 തവണ വിളിക്കാമെന്നാണ് പറഞ്ഞത്. 5 മന്ത്രമാണ് കൊടുത്തത്. അതിൽ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. മുനി പോയപ്പോഴ കുന്തി മന്ത്രശക്തി അറിഞ്ഞിടാൻ അന്തപുരത്തിൽ നിന്നോർത്താൽ ദേവന അരിങ്ങു വേണ്ടതും. ഉദിച്ചു സൂര്യൻ അന്നേരം ഭാനുവെ കണ്ടു കുന്തിയും മന്ത്രോച്ചാരം ചെയ്തു. പിന്നെ വിളിച്ചാൽ സൂര്യദേവനെ. മണ്ഡലം വിട്ടുടൻ ഭർത്തൃരൂപം കൈക്കൊണ്ടു സുന്ദരം കൊട്ടാരത്തിനടുത്തായി വന്നിറങ്ങി. വാനിൽ നിന്ന് ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. നേരെ വരും ദ്യുമണിയെ കണ്ടു വിസ്മിതനായി പരം വിറച്ചു. പെട്ടെന്ന് രജസ്വലയായി തീർന്നു ഭാമിനി. തൊഴുകൈ മൊട്ടുമായി ചൊന്നാൾ സൂര്യനോട സുലോചന തുഷ്ടയായ ദർശനത്താൽ പോയാലും മണ്ഡലത്തിൽ നീ. അപ്പോൾ വിളിച്ചു വന്നു. ഇപ്പോൾ വേണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞു. കല്യാണം കഴിയട്ടെ എന്നിട്ടാവാം, അല്ലെങ്കിൽ അങ്ങ് എന്നെ കല്യാണം കഴിക്കണം. ഇതൊന്നും നടക്കണ കാര്യമല്ല. പക്ഷെ ഇവിടെ കാര്യം, അപ്പോൾ സൂര്യൻ പറഞ്ഞു, ദേവന്മാരാൽ ഞാൻ ഒരുപക്ഷെ അപഹസിക്കപ്പെടും. അതേപോലെ നിനക്കും ഈ മന്ത്രം തരുന്ന ദുർവാസാവിന് ഇതൊരു ചീത്തപ്പേരായിട്ട് വരും. അപ്പം അതൊന്നും വരാൻ പാടില്ല. അപ്പോൾ കുന്തി പറഞ്ഞു, എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടരുത്, ഈ ഉണ്ണി ഉണ്ടായത് ആരും അറിയരുതെന്ന്. അപ്പോൾ ഒന്നും ആരും അറിഞ്ഞില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ അറിഞ്ഞുള്ളൂ. സൂര്യൻ വിളിച്ചത് എന്തിനാണ് എന്നെ കുന്തി മന്ത്രബലത്തിനാൽ വിളി കേട്ടെത്തിയോരെന്നെ ഗൗനിക്കാതെ ഇരിക്കുവാൻ. പൂണ്ടാലും മൈക്കണ്ണേ ഭാവയുക്തനാമി സ്മരാർത്ഥനെ രമിപ്പിക്കുക മന്ത്രത്താൽ അധീനപ്പെട്ടൊരെന്നെ നീ കുന്തി. ധർമ്മജ്ഞ ഞാൻ കന്യയല്ലേ സർവസാക്ഷൻ പണിഞ്ഞിടാം ദുരുക്തി അരുതെന്നോട് കുലകന്യക ഞാൻ വിഭോ. സൂര്യൻ നാണക്കേടുണ്ട് ഇങ്ങു പാരം പാടെ പോകേണ്ടതാവുകിൽ. ദേവന്മാർക്കൊക്കെ ഞാൻ ഹാസ്യനായി വരും ശങ്കയില്ലതിൽ. മന്ത്രം നിനക്കേകിയോര ദ്വിജനെയും ശപിക്കുവൻ. നിന്നെയും തീർച്ച നീ എന്നെ സ്വീകരിക്കാതിരിക്കുകിൽ. ഇപ്പം നീ എന്നെ സ്വീകരിച്ചില്ല വെച്ചാൽ ഞാൻ നിന്നെ ശപിക്കും. ഇപ്പം ദുർവാസാവിന് സൂര്യന് കുന്തിക്ക് ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കാര്യം നടത്തി. നശിക്കാ നിന്റെ കന്യാത്വം അറിയാ ലോകമേതുമേ. എനിക്ക് തുല്യനാം പുത്രനുണ്ടാവും തേ വരാനനെ. സൂര്യനേവം ചൊന്നു തന്നിൽ മനസ്സൂന്നിയ കുന്തിയെ നാണിപ്പോളെ ഭുജിച്ചിഷ്ടവരം നൽകി ഗമിച്ചുതേ. ഗർഭം ധരിച്ചങ്ങൊളിവിൽ കഴിച്ചാളാനിതമ്പിനി. ഒരിഷ്ടധാത്രിയല്ലാതെ ധരിച്ചില്ല ആരും അമ്മയും. അമ്മ പോലും അറിയാതെ കണ്ടാണ്. വളർത്താൻ പറഞ്ഞിട്ടില്ല, സ്വന്തം അമ്മയെ അച്ഛനെ അറിഞ്ഞിട്ടില്ല, കുന്തി ഭോജനം അറിഞ്ഞിട്ടില്ല, ഒരാൾ അറിഞ്ഞിട്ടില്ല. ഒരു തോഴി ഇത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല ഉണ്ണി ഉണ്ടായപ്പോൾ കവച കുണ്ടലങ്ങൾ ഉണ്ടായി. കാതിൽ 2 കുണ്ടലങ്ങൾ, കർണാഭരണങ്ങൾ, ചെവിയിലിടുള്ള പണ്ടം, തൂങ്ങാമ്പൽ എന്താ വെച്ചാൽ അത്. അതേപോലെ തന്നെ ഒരു കവചം ആരും കാണില്ല. എത്ര വലിയ ബ്രഹ്മാസ്ത്രം വന്നാലും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഉണ്ണിക്ക്. ആ കവച കുണ്ടലങ്ങൾ പിന്നെ ഇന്ദ്രദേവൻ വന്നിട്ടാണ് യാചിച്ചിട്ട് അത് കർണൻ കൊടുത്തതും ഇന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അർജുനൻ്റെ കൈകൊണ്ട് ഈ കർണൻ വധിക്കപ്പെടുകയും ചെയ്തു. ഗർഭം ധരിച്ചങ്ങൊളിവിൽ കഴിച്ചാളാനിതമ്പിനി. ഒരിഷ്ടധാത്രിയല്ലാതെ ധരിച്ചില്ലാരും അമ്മയും. ജനിച്ചു ഗൂഢമായി വീട്ടിലൊരു കോമളനാം സുതൻ. മനോജ്ഞമാം കവചവും കുണ്ടലങ്ങളും ആണ്ടവൻ. 2ാം ആദിത്യനെ പോലെ ഗുഹനെ പോലെ കാന്തിമാൻ നാണിക്കും കുന്തിയോടോതി കുഞ്ഞിനെയും എടുത്തുടൻ.
ധാത്രേ ഞാനുണ്ടിങ്ങെന്തു ചിന്തിക്കുവതു സുന്ദരി പെട്ടിയൊന്നിൽ കുഞ്ഞിനെയും കിടത്തി കുന്തിയോതിനാൾ ചെയ്വതെന്താർത്തയായേ ഭാഗ്യഹീനയാം ഇവളാത്മജ ലക്ഷണാന്യുതനാം പ്രാണപ്രിയൻ നിന്നെ ത്യജിക്കയാം കാക്കട്ടെ ജഗദംബയ സകളയായി വിശ്വേശിയാം ഗൗരി നൽകട്ടെ നിഷ്കള കാമദാത്രി അവൾ താൻ സ്തന്യം നിനക്കീശ്വരി ആളില്ലാത്തൊരു കാട്ടില കുലടയെ പോൽ നിന്നെ ആറ്റിൽ കളഞ്ഞെന്നീ നിൻമുഖ പങ്കജം സുമധുരം കാണേണ്ടു ഞാൻ അർക്കജ സേവിച്ചില്ലിവൾ പൂർവജന്മമതിലും മൂലോകമാതാവിനെ ധ്യാനിച്ചില്ലിവൾ ദേവിതൻ സുഖദമാം കാൽത്താരിനെയും ചിരം തന്മൂലം ഹതഭാഗ്യയാമിവളിതാ തൻ കുഞ്ഞിനെയും വെടിഞ്ഞ പാപത്തെയുമോർത്തു കേഴുവതിനായി താൻ ചെയ്തൊരത്തെറ്റതിൽ ശ്രീ മഹാദേവി നമ. അപ്പം നമ്മൾ ഇപ്പം ഈ കുട്ടിക്ക് ഇനി പാല് കൊടുക്കാൻ ആരാ അറിയില്ല. എന്താ ചെയ്തത്? പെറ്റ സമയത്ത് ഒരു കൊട്ടയിലാക്കിയിട്ട് നദിയിലൊഴുക്കി. എന്നിട്ട് ഈ കുട്ടിക്ക് ആർക്കാണോ ഈ പാല് കൊടുക്കാനുള്ള അർഹത, അല്ലെങ്കിൽ എങ്ങനെ ഈ കുഞ്ഞ് വളരണമല്ലോ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നദിയിൽ ഒഴുക്കുകയാണ് ഉണ്ടായത്. സ്വന്തം തെറ്റ് നല്ലോണം ആലോചിച്ചു. ഞാൻ അമ്മയെ സേവിക്കാത്തതുകൊണ്ടല്ലേ എനിക്ക് ഇപ്രകാരത്തിലൊക്കെ സംഭവിച്ചത്. മഹാദേവൻ തന്നെയാണ് ഈ സൂര്യനൊക്കെ, എന്നുവെച്ചാൽ ശിവൻ എന്നുള്ള അർത്ഥത്തിലല്ല. സൂര്യനൊക്കെ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, നാരായണൻ, സൂര്യനാരായണൻ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തന്നെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയിട്ടും അത് കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ ആയതുകൊണ്ട് ഇത് വളർത്താനും നിർത്തില്ലാണ്ടേ വല്ലാത്തൊരു കഷ്ടമാണ്, വല്ലാത്തൊരു ദേവിയുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ നടക്കാനുണ്ടായിരുന്നിട്ടും അത് കല്യാണം കഴിഞ്ഞിട്ടാണ് അത് വിളിക്കാൻ തോന്നിയത് വെച്ചാൽ അത്രയേ ഉള്ളൂ. അത്ര നിസ്സാരമാണ്. നമ്മുടെ അർഹതപ്പെട്ട സമയത്ത് വേണ്ട വിധത്തിൽ ഈ ലോകഹിതത്തിന്, തനിക്ക് ഹിതത്തിന്, ഈശ്വരന് അഹിതമല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ വേണേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് അറിയണില്ല. അത് മറ്റുള്ളവരാലാണ് പറയപ്പെടുക. നമ്മൾ ശരിയെന്ന് വിചാരിച്ചിട്ടാവും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. അതല്ല വെച്ചാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ കണ്ടാവും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് പുരാണം പഠിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇപ്പം ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാം എന്ത് ചെയ്യണം, ഇത് ഈ ഒരു ഗൃഹപാഠം ഉണ്ടായാൽ മതി. ഇപ്പോൾ ഓരോ കഥാപാത്രത്തെയും, കുന്തിയെ ആയാലും പാണ്ഡവരെ ആയാലും പാണ്ഡുവിനെ ആയാലും ഏത് കഥാപാത്രത്തെ എടുത്താലും നമുക്ക് പഠിക്കാനുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം മാറും എന്ന് പറഞ്ഞതേ. സൂതൻ ഏവം കേഴും കുന്തി പെട്ടി തന്നിലാക്കിയ കുഞ്ഞിനെ കണ്ടേക്കും ആള് എന്ന പേടി കൊണ്ട് ഏൽപ്പിച്ചതു ധാത്രിയെ. കുളിച്ചു, ആരെങ്കിലും കാണും, എന്നിട്ട് ആ കുട്ടിയെ രക്ഷിക്കും എന്ന് ധരിച്ചു. അങ്ങനെയാണെന്നർത്ഥം. കുളിച്ചു പിതൃഗേഹത്തിൽ വാണ കുന്തി ഭയത്തോടും ഒഴുകിപ്പോകും ആ പെട്ടി പൂണ്ടാൻ അധിരഥൻ തജാം. അധിരഥൻ എന്നു പേരായിട്ടുള്ള ഒരാൾ ഈ കുതിരക്കാരനാണ്. രാധ എന്ന് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര്. അവർ അലക്കുക, കുളിക്കുക അങ്ങനെയുള്ള സമയത്ത് കണ്ടു ഒരു പെട്ടി ഒഴുകി വരുന്നത്. അപ്പോൾ ആ കുട്ടിയെ എടുത്ത് വളർത്തി. അങ്ങനെയാണ് ഈ ഹസ്തിനാപുരത്തിനടുത്തുള്ള അവിടെയാണ് താമസാക്കിയത്. അത് ഭീഷ്മരുടെ തേരാളിയായിട്ടൊക്കെയാണ് പറയുക ഈ അധിരഥൻ. ആ സുതൻ തൻ പത്നിയായ രാധ ചോദിച്ചു പുത്രനെ ഏവം വളർന്നാൻ. സൂതൻ്റെ വീട്ടിൽ കർണൻ മഹാബലൻ സ്വയംവരത്തില പാണ്ഡു വേട്ടാന കന്യ കുന്തിയെ മദ്രേശപുത്രിയ മാതിരി തന്നെ വേട്ടിതു. പിന്നെയും വേട്ടയ്ക്ക് പോയോ ഒരളവിൽ ശക്തനാം പാണ്ഡു ഏകദാ രമിക്കും മുനിയെ കാട്ടിലെയ്താൻ മാനെന്ന ശങ്കയാൽ. അവിടെ ഈ പാണ്ഡുവിന് ശാപം കിട്ടിയതായിട്ടുള്ള ഒരു കഥയാണ്. പാണ്ഡു ഇങ്ങനെ ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയെ രതി ചെയ്യുന്ന സമയത്ത് അബദ്ധവശാൽ ഒരു അമ്പ ചെയ്തു. അപ്പം അത് ആള് മരിച്ചുപോയി. അപ്പം ശപിച്ചു. ഇനി ഈ സ്ത്രീ പറഞ്ഞു, ഇനി നീയ് സ്ത്രീ സംഘം ചെയ്യുകയാണെന്ന് വെച്ചാൽ നീയും മരിക്കും എന്ന് പറഞ്ഞു. അതാണ് പാണ്ഡുവിന് സ്ത്രീകളെ സംഘം ചെയ്യാൻ നിവൃത്തിയില്ല. വേട്ടയ്ക്ക് പോയോ ഒരളവിൽ ശക്തനാം പാണ്ഡു ഏകദാ രമിക്കും മുനിയെ കാട്ടിലെയ്താൻ മാനെന്ന ശങ്കയാൽ. കോപാവേശം പൂണ്ട് മുനി ശപിച്ചാൻ പാണ്ഡുവേ തഥാ. സ്ത്രീ സംഗമിനി നീ ചെയ്കിൽ മരിക്കും സംശയം വിന. പാരം ദുഃഖിതനായി പാണ്ഡു ശാപമേവം ലഭിക്കവേ നാടും വെടിഞ്ഞു കാട്ടിൽ താൻ വാണാനാധിയോടും നൃപൻ. കുന്തിയും മാതിരിയും ഭൂപൻ തന്നെ പരിചരിക്കുവാൻ കാട്ടിൽ ചെന്നു സതീധർമ്മമാചരിച്ചു മുനീന്ദ്രരെ. ഗംഗാതീരത്തെഴും താപസാശ്രമങ്ങളിൽ വാണവൻ ധർമ്മശാസ്ത്രങ്ങളും കേട്ടു ചെയ്താർ ദുശ്ചരമാം തപം.
കഥയോതുന്ന കൂട്ടത്തിൽ ചോദ്യമൊന്നുന്നയിക്കവേ മുനിമാർ നൃപനോടോതി ധർമ്മമെന്തെന്നതേകത. മക്കളില്ലാത്തവർക്ക് വിണ്ണുപോകാനില്ലൊരു മാർഗവും യത്നിക്കണം സുതോൽപത്തിക്ക്. അതിനാലേതുമട്ടിലും സുപുത്രൻ മകൾ തൻ പുത്രൻ ക്ഷേത്രജൻ ഗോളകൻ തഥാ കുണ്ടജൻ സഹോടൻ കാനീനൻ ക്രീതൻ കാട്ടിലണഞ്ഞവൻ. ഇവിടെ മക്കളില്ലാഞ്ഞാൽ സ്വർഗം കിട്ടില്ല, മുക്തി കിട്ടില്ല. അപ്പോൾ അതിന് 13 തരത്തിൽപ്പെട്ടതായിട്ടുള്ള മക്കളുണ്ട് എന്നാണ്. ഇപ്പോൾ ക്ഷേത്രജൻ എന്നുള്ളത് ഈ ഇതിൽ കുറച്ച് വിസ്തരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ചു പോയിട്ടുള്ള ഭർത്താവ് മരിച്ച് അങ്ങനെയുള്ള സന്ദർഭമാണെന്ന് വെച്ചാലും ഈ ദേവന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ അത് പുത്രന്മാരായിട്ട് വരും, ക്ഷേത്രജന്മാരായിട്ട് വരും. ഗോളകൻ ആണെച്ചാൽ ഭർത്താവ് മരിച്ചിട്ട് പിന്നെ ആ ഭാര്യയിൽ ഉണ്ടാവുന്ന പുത്രൻ ഗോളകനാണ്. പിന്നെ കുണ്ടൻ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അന്യ പുരുഷന്മാർ ജാരൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവുന്ന പുത്രൻ കുണ്ടനാണ്. സഹോടൻ, പിന്നെ കല്യാണം കഴിച്ച സ്ത്രീ ആദ്യമേ തന്നെ ഗർഭത്തിൽ അങ്ങനെ ഉണ്ടാവാം. അങ്ങനെയൊക്കെയാണ് വെച്ചാൽ അവൻ സഹോടജൻ എന്ന് പറയും. കാനീനൻ അതുപോലെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ മറ്റേ ഒരു സംഘം ഉണ്ടായിട്ട് അതിൽ പുത്രൻ ഉണ്ടായിച്ചാൽ അത് കാനീനനാണ്. അത് കുന്തിയുടെ മകൻ കാനീനാണ്, കർണൻ കാനീനാണ്. ക്രീതൻ വിലയ്ക്ക് വാങ്ങപ്പെടും, ശുനശേപൻ ക്രീതനാണ്. 13 തരത്തിൽപ്പെട്ടതായിട്ടുള്ള മക്കളുണ്ട്. ശ്രീ മഹാദേവി നമ. ശ്രീ മഹാദേവി നമ. ഔരസപുത്രന്മാർ 13 തരത്തിൽപ്പെട്ട മക്കളിൽ ഔരസപുത്രന്മാരെന്ന് അച്ഛനും അമ്മയും കൂടിയിട്ട് ശരിക്കും സംഘം കൊണ്ടുണ്ടാവണ ഉണ്ണികൾ. പിന്നെ ദത്തുപുത്രൻ, മറ്റൊരാളിൽ നിന്ന് ദത്തെടുക്കുന്നത്. ക്രീതപുത്രൻ, വിലയ്ക്ക് വാങ്ങിയ പുത്രൻ. ഗോളകൻ, ഈ പാണ്ഡു ധൃതരാഷ്ട്ര പുത്രന്മാരൊക്കെ ഋഷിപുത്രന്മാരാണ്, അതൊക്കെ ഗോളകപുത്രന്മാരാണ്. പിന്നെ ക്ഷേത്രജൻ, ദേവന്മാർ, പാണ്ഡവർ ക്ഷേത്രജന്മാരാണ്. മകളുടെ മകൻ, പുത്രികാധർമ്മം. ഇപ്പോൾ ഈ ആകൂതി വേലി കഴിച്ചിട്ട് രുചി പ്രജാപതി, അപ്പം അത് അതിലുണ്ടാവണ ഉണ്ണിയെ മനുവിന് കൊടുക്കേണ്ടതുണ്ട്. അത് പുത്രികാധർമ്മം എന്നാണ് പറയുക. അതായത് തൻ്റെ മകളെ ഒരു വരന് കൊടുക്കുകയാണ്. ആ വരന് തൻ്റെ മകളിലുണ്ടാകുന്ന ആദ്യത്തെ ഉണ്ണി ഈ എനിക്ക് തന്നെ തിരിച്ചു തരണം, എൻ്റെ പുത്രനായിട്ട്. അപ്പോൾ മകളുടെ മകൻ തനിക്ക് പുത്രനായിട്ട് വരും. അവിടെ പുത്രൻ എന്നുള്ള അവകാശം ഈ മകളുടെ ഭർത്താവിനില്ല എന്ന് സാരം. അതാണ് മറ്റേ പുത്രികാധർമ്മം, അതാണ് ആ ധർമ്മം. പിന്നെ ജാരൻ്റെ പുത്രൻ, ഭർത്താവുണ്ട്, വേറൊരാൾക്ക് പുത്രൻ ഉണ്ടാവുക. സഹോടൻ, ഗർഭിണിയെ വേട്ട് കിട്ടുക. അപ്പോൾ ആ സമയത്ത് കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഗർഭം ഉണ്ടാവുക, എന്നിട്ട് ആ ഗർഭിണിയെ വേൾക്കുക. അതിലുണ്ടാവണം ഉണ്ണി, സ്വന്തം ഭർത്താവിൻ്റെ പുത്രനല്ലാണ്ടേ. പിന്നെ കാനീനൻ, അത് മറ്റേ കുന്തിയുടെ കർണൻ, അങ്ങനെയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഈ ഉണ്ണി ഉണ്ടായിട്ട് കുറേ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഭയം തീർക്കുന്നവൻ പുത്രനാണ്. രക്ഷിക്കുന്നവൻ, ആ ഭയം ആശ്രയിച്ച് വന്ന് ചോദിച്ച് അങ്ങനെ ജീവൻ രക്ഷിക്കുകയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ പുത്രനാണ്. പിന്നെ കാട് കയറി പിതാക്കളെ വിട്ടു എന്നിട്ട് വേറെ ആൾക്ക് അച്ഛനും മകനായിട്ട് ജീവിച്ചാൽ അതും മകനാണ്. അതേപോലെ പുത്രൻ എന്ന് സങ്കല്പിച്ചാൽ മതി. മാനസപുത്രന്മാരുണ്ട്. ഇപ്പോൾ ഇക്ഷ്വാകു, അത് തുമ്മൽ നിന്നാണ് ഉണ്ടായത് എന്നാണ്. അതേപോലെ മനസ്സിൽ നിന്ന്, അംഗങ്ങളിൽ നിന്ന് ഒക്കെ പുത്രന്മാരുണ്ടായിട്ടുണ്ട്. നിഴലിൽ നിന്ന്, കർദമൻ നിഴലിൽ നിന്നാണ്. ആഹാരം കൊടുത്ത്, അഭയം കൊടുത്ത്, വിദ്യ കൊടുത്ത്, ഇപ്പോൾ ഗുരുവിൻ്റെ ശിഷ്യൻ പുത്രസങ്കല്പ. അതേപോലെ അനുജൻ സ്വതേ പുത്രസങ്കല്പത്തിലാവില്ല, അങ്ങനെയുണ്ട്. പിന്നെ ജീവിത മാർഗം, ധനം കൊടുക്കുന്നവരെ പുത്രനാണ്. ജനിപ്പിക്കുക, അങ്ങനെ പുത്രനാണ്. അപ്പോൾ ആത്മാവായി പുത്ര, താൻ തന്നെയാണ് പുത്രനായിട്ട് വരിക. അതേപോലെ പുത്ര സ കഥ്യതേ ലോകാഹ യോ പിതൃൻ ത്രായതേ ഭയാത്. പുത്രൻ എന്നുള്ളത് ഭയത്തിൽ നിന്നും മുക്തനാക്കി തരുന്നവൻ. നരകം എന്നുള്ള അവിടേക്ക് പും നരകം തഥാ ത്രായതേ ഇതി പുത്ര. അപ്പോൾ നരകത്തിലേക്ക് പോകാതെ കണ്ട് രക്ഷിക്കുന്നവൻ. അതേപോലെ പുനാദി ഇതി പുത്ര, പുത്തനാക്കി തീർക്കുക എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ശരീരത്തെ പുത്തനാക്കി തീർക്കുക. അങ്ങനെ ആ പുത്രനിൽ നിന്നും പിന്നെ പുത്രനായിട്ട് ജനിക്കും. അപ്പോൾ പൗത്രനായിട്ടോ പൗത്രൻ്റെ പൗത്രനായിട്ടോ അങ്ങനെ ആ പരമ്പരയിൽ ജനിക്കാൻ സാധിക്കും. അതൊക്കെ ഈ പുത്രസങ്കല്പമാണ്. അപ്പോൾ പല തരത്തിൽ ഞാൻ ഒരാളെ ഒട്ടും അറിയാതെ കണ്ട് തന്നെ അയാളും അറിയണില്ല,
അയാൾ എൻ്റെ പുത്രനാണ് എന്ന് സങ്കല്പിച്ചാൽ അതുപോലും പുത്രസ്ഥാനത്ത് എത്തുന്ന അത്രയ്ക്കുണ്ട് പുത്രസങ്കല്പം. ശ്രീ മഹാദേവിയെ നമ. രക്ഷിക്കാൻ കഴിവില്ലാതെ ദത്തനായവനും നൃപ മക്കളത്രേ ക്രമത്താലെ ഗുണം കുറയുമെങ്കിലും ഇതു കേട്ടോതിനാൻ തണ്ടാർമിഴിയാൻ കുന്തിയോടവൻ ഒരു താപസനെ പൂണ്ടു നീ ജനിപ്പിക്ക പുത്രനെ. ഇതിൽ ദോഷം നിനക്കില്ലെന്നാജ്ഞയാൽ പണ്ടു കേട്ടു ഞാൻ വസിഷ്ഠനെ കൊണ്ട് ഉൽപ്പാദിപ്പിച്ച സൗദാസനാം നൃപൻ. വസിഷ്ഠനെ കൊണ്ട് ഉൽപ്പാദിപ്പിച്ചു സൗദാസനാം നൃപൻ. നൃപനോടോതിനാൽ കുന്തി മന്ത്രമൊന്നുണ്ടു കാമതം. പണ്ട് ദുർവാസസ്സു തന്നത് അത് സിദ്ധിതമെത്രയും. ആ മന്ത്രത്താലേതു ദേവൻ തന്നെയും ഞാൻ വിളിക്കുകയിൽ ഏതുമട്ടും അവൻ വന്നു ചേരും എന്ന് സവിധം പ്രഭോ. സ്മരിച്ചാൽ ഭർത്തൃവാക്യത്താൽ കുന്തിയ ധർമ്മദേവനെ സംഗമത്താൽ ജനിച്ചാനെന്നാദ്യമായി താൻ യുധിഷ്ഠിരൻ. മൃഗോദരൻ കാറ്റിൽ നിന്നും ജിഷ്ണു ഇന്ദ്രനിൽ നിന്നുണ്ടായി. ജനിച്ചാൻ 3 ആണ്ടുകൊണ്ട് 3 പേർ ബലശാലികൾ. മാതൃയും കാന്തനോടോതി പുത്രൻ വേണം എനിക്കുമേ. എന്തു ചെയ്യൂ മഹാരാജ, ദുഃഖം പോക്കുക നീ പ്രഭോ. പാണ്ഡു അർത്ഥിക്കയാൽ കുന്തി മന്ത്രമേ ഗീതയാന്വിതം. ഒരു പുത്രനെ ആശിച്ചു നിന്നാൽ മാതൃയും അങ്ങനെ സ്മരിച്ചാൽ അശ്വിനി ദേവന്മാരെ സാധ്യയാകയാൽ ഉണ്ടായി 2 പുത്രന്മാർ, നകുലൻ സഹദേവനും. പാണ്ഡവന്മാർ 5 പേരും ക്ഷേത്രജന്മാർ സുരാത്മജർ. ഓരോ വർഷത്തിൽ ഇടവിട്ടുണ്ടായി കാട്ടിൽ മുനീന്ദ്രരെ. അപ്പോൾ കുന്തിയുടെ ഈ വരം അവിടെ ശരിക്കും ഉപയോഗിച്ചു. ഇന്ദ്രനിൽ നിന്ന് അർജുനനുണ്ടായി. യുധിഷ്ഠിരൻ ധർമ്മദേവൻ്റെയാണ്, വായുദേവൻ്റെ മകനാണ് ഭീമൻ. അതേപോലെ നകുല സഹോദരന്മാർ ഈ മാതിരിക്കും പുത്രനുണ്ടായി. അങ്ങനെ 5 പുത്രന്മാർ ഉണ്ടായി. മാതിരിക്ക് ഒരു ദിവസം ഈ പാണ്ഡുവുമായിട്ടൊരു സംഘം. അങ്ങനെ പാണ്ഡു നിർബന്ധിച്ചു, അരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കൂട്ടാക്കിയില്ല, പിടിച്ചു. ഏതായാലും അതോട് കൂടിയിട്ട് ഭർത്താവ് മരിച്ചു, പാണ്ഡു മരിച്ചു. അങ്ങനെയാണ്. പിന്നെ അവർ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. ഈ ഹസ്തിനാപുരത്തിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് പുത്രൻ ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ദേവന്മാർ പറഞ്ഞു അശരീരിയായിട്ട് ഞങ്ങളുടെയാണ്. അങ്ങനെ ഭീഷ്മരെ സമ്മതിച്ചു. അങ്ങനെ അവരെ കുന്തിയുടെ ദുഃഖം സാരല്യാണ്ടിയായി എന്ന് പറയാണ്. ശ്രീ മഹാദേവിയെ നമ. ഒരു നാൾ ആരുമില്ലാതെ ആശ്രമത്തിങ്കൽ മാതൃയെ കണ്ടു. കാമാർത്ഥനായി ചെന്നു പുൽകി ആപത്തിനായി നൃപൻ. ഇവിടെ നാസത്യൻ ദസ്സനൻ എന്ന അശ്വിനി ദേവകളുടെ പുത്രന്മാരെ കൊടുത്തതിന് ശേഷം വളരെ യാദൃശികമായിട്ടാണ് ഈ പാണ്ഡുവിന് മാതൃയോട് ഒരു അതിയായ താല്പര്യം ഉണ്ടായത്. അത് മരിക്കാനുള്ള കാരണമായിപ്പോയി എന്ന് പറയാണ്. ഇത്രയുള്ളൂ. ശ്രീ മഹാദേവി നമ. മരം മുറിഞ്ഞു വീഴുമ്പോൾ അതിൽ ചുറ്റിയ വള്ളി പോൽ വീണാൽ മുറ വിളിച്ചും കൊണ്ട ബാലയും അതേ ക്ഷണം വാവിട്ടുകൊണ്ടോടിയെത്തി കുന്തിയും മക്കളും തഥാ കോലാഹലം കേട്ടണഞ്ഞാർ മഹാന്മാരാം മുനീന്ദ്രരും. മരിച്ചു പാണ്ഡു പെട്ടെന്നു. പിന്നെ താപസരൊക്കെയും ചിതകൂട്ടി സംസ്കരിച്ചാൽ ഗംഗാതീരത്തിൽ വേണ്ട പോൽ തൻ കൊച്ചുപുത്രരെ കുന്തിക്ക് ഏൽപ്പിച്ചുകൊണ്ടു മാതൃയും സതീധർമ്മത്തെ മുൻനിർത്തി ഉടം തേടി കരേറിനാൾ. ഇപ്പോൾ മരത്തിലിങ്ങനെ നിറച്ച് വള്ളികളുണ്ടായിട്ടോ. ആ മരാണ്ട് വെട്ടിക്കഴിഞ്ഞാൽ വള്ളി ഒപ്പാണ്ട് വീഴുമല്ലോ എന്ന കൂട്ടത്തിൽ ബോധം കെട്ട് മാതിരി വീണു. ആ ശവം ദഹിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ കുന്തിയെ ഏൽപ്പിച്ചു, സതി അനുഷ്ഠിച്ചു എന്നാണ്. പാണ്ഡവും മാതിരിയും മരിച്ചുപോയി. ഉദകക്രിയയും ചെയ്യിച്ച ആ ദിക്കിലെ മുനീശ്വരർ ഹസ്തിനാപുരം എത്തിച്ചു മക്കളോടൊത്തു കുന്തിയെ. ഗാംഗേയനും വിതുരനും കുന്തി വന്നതറിഞ്ഞുടൻ വന്നു ചേർന്നാർ നാട്ടുകാരും ധാർത്തരാഷ്ട്രപുരിക്കകം. പാണ്ഡുവിൻ ശാപമോർത്ത ആശു ജനിച്ചു ജനമൊക്കെയും ഇവരാരുടെ പുത്രന്മാരപ്പോൾ കുന്തി കരഞ്ഞുപോയി. ദേവന്മാർ തൻ മക്കളത്രേ കുരുവംശസ്ഥരാമിവർ. വിശ്വാസമേകുവാൻ കുന്തി വിളിച്ചാൾ സുരരെ തഥാ. ഞങ്ങൾ തൻ പുത്രരാണെന്നായോതിനാൽ വാനിൽ നിന്നവർ കൈക്കൊണ്ടു ഭീഷ്മര ദേവവാക്യത്തെ കേട്ടു പുത്രരെ. പിന്നെ കുന്തിയെയും മക്കളെയും ഭീഷ്മാദി ബാന്ധവർ പുരത്തിൽ കൊണ്ടുപോയി വേണ്ട പോലെ രക്ഷിച്ചു സാദരം. ഭീഷ്മ സംരക്ഷയിൽ പിന്നെ വളർന്നാൽ പാർത്ഥരങ്ങനെ. പാണ്ഡവോൽപ്പത്തി എന്ന 6-ാം അധ്യായം സമാപ്തം. സർവത്ര. ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഇനി പാണ്ഡവരുടെ വിവാഹാദി കാര്യങ്ങൾ ക്രമേണയായിട്ട് പറയാം. ശ്രീ മഹാദേവ്യൈ നമ.